ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതാ രാവിലത്തെ ഒരു ഒരു ട്രിപ്പ് ചായയും കടിയും കഴിഞ്ഞിട്ട് അവിടെ പോയി പുട്ടും പഴവും ആക്കി കൊടുത്തിട്ട് പോയി. മോൻ ഇന്ന് 2-3 ദിവസം ഇനി സ്റ്റഡി ലീവാണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ, എണ്ണയിലുള്ള കടികൾ ചുട്ട് കൊടുക്കൂ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് പൂരി ചുട്ട് കൊടുക്കാമെന്ന്. ഒരു 3-4 പൂരി ചുട്ട് കഴിഞ്ഞാൽ അതേ വേണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട്, വൈകിട്ടത്തേക്കും കൂടി കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂരി ചുടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരിത്തിരി ഉപ്പും വെള്ളവും ഇത്തിരി വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് ചേർത്തിട്ട് അടിപൊളിയായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പൂരിക്ക് മാത്രമേ നല്ല സോഫ്റ്റായിട്ടും നല്ല പൊന്തിയിട്ടും വരുള്ളൂ. ഇത്തിരി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന തരിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പൂരി കിട്ടും. അറിഞ്ഞൂടാത്ത ആൾക്കാർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ ഞാനിതാ പൂരീൻ്റെ ഇതെല്ലാം കുഴച്ച് വെച്ച് ഇനി നമുക്ക് മസാല ഉണ്ടാക്കേണ്ട തയ്യാറെടുപ്പിൽ ആക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാലക്കറി എന്ന് പറയുമ്പോൾ മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ടുള്ള കറിയാണ്. ഞാൻ അതൊന്നും ആക്കുന്നില്ല. 2 ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളിയും കുറച്ച് കാന്താരിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക. 3-4 വിസിൽ വരുന്നവരെ അതൊന്ന് വെന്ത് വരട്ടെ. അത് വെന്ത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുക, കുഴച്ച് വെച്ച പൂരി നല്ലോണം പരത്തി നമ്മൾ ആവശ്യത്തിൻ്റെ വലിപ്പത്തിൽ അനുസരിച്ചിട്ട് എണ്ണേൻ്റെ അളവും അനുസരിച്ചിട്ട് വേണം പൂരി പരത്തിയെടുക്കാൻ. എണ്ണ നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് വലുതാക്കിയിട്ട് നമുക്ക് പൂരി ചുടാം. ഞാനിപ്പോൾ അധികം ഒരു വലിയ പൂരിയൊന്നുമല്ല ചുടുന്നത്, എന്നാലും തീരെ ചെറുതുമല്ല. അങ്ങനെയുള്ള ഞാൻ പൂരി ചുട്ടെടുക്കട്ടെ. പൂരി ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ഒന്ന് അടിച്ച് ഫ്ലാറ്റാക്കി അടിച്ച് ചേർത്ത് എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ടൊരു വറവും കഴിക്കാം. വറവിന് ഇത്തിരി വെളിച്ചെണ്ണയും കടുകും 2 അല്ലി വെളുത്തുള്ളി ആ വറവിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറിയിലേക്ക് ഒഴിക്കാം. നല്ല അടിപൊളി ഒരു മസാലക്കറി എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് മസാലപ്പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും. പക്ഷേ ഞാനിതൊന്നും ചേർക്കുന്നില്ല, മഞ്ഞപ്പൊടി പോലും ചേർത്തിട്ടില്ല. തേങ്ങേൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോരോ കറികളെല്ലാം രാവിലത്തെ ചായക്കടിക്കെല്ലാം ആക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും നമുക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.